അങ്ങനെ ഞങ്ങളുടെ ബാങ്കോക്കിലേക്കുള്ള വണ്ടി എത്തി. വണ്ടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, രാജാവിൻ്റെ പല്ലക്ക് തീരുപോലെ ഇരിക്കും. അങ്ങനെ ഡ്രൈവർ ചേട്ടൻ വണ്ടിയെടുത്തു. പുള്ളിക്കാരൻ ഞങ്ങൾ സൗത്ത് ഇന്ത്യൻസ് ആണെന്ന് ഊഹിച്ച് തമിഴ് പാട്ടൊക്കെ ഇട്ട് നല്ല ചില്ലാക്കിയാണ് ഞങ്ങളെ ഹോട്ടലിൽ എത്തിച്ചത്. ഹോട്ടലിൽ ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് കുറച്ചൊന്ന് ഫ്രഷായി ഫുഡ് കഴിക്കാനായി അവിടെയുള്ള റാങ്ഹാങ് നൈറ്റ് സ്ട്രീറ്റിൽ പോയി. എന്തൊക്കെ വെറൈറ്റി ഫുഡുകളാണ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. ചില ഫുഡൊക്കെ കാണുമ്പോൾ വായിൽ വെള്ളം ഊറും, ചില ഫുഡിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ ഛർദ്ദിക്കാനും. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ വാങ്ങി കഴിക്കാനായി പോയി. അവിടെ കഴിക്കാനുള്ള സൗകര്യം തറയായിരുന്നു. ഒന്നും നോക്കിയില്ല, തറയിലിരുന്ന് കഴിച്ചു. പക്ഷെ നല്ല ഭംഗിയും വൃത്തിയും ഉണ്ട് കേട്ടോ. നിറയെ പൂക്കളും തടാകവും നല്ലൊരു പ്രകൃതി രമണീയമായ അന്തരീക്ഷം. അങ്ങനെ വയറൊക്കെ നിറച്ച് തിരിച്ച് റൂമിൽ വന്ന് ഉറക്കവും തുടങ്ങി. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായപ്പോഴാണ് കണ്ണ് തുറന്നത്. അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഹോട്ടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായി ഒന്ന് ചെറുതായി കറങ്ങി, പൂളിലൊക്കെ ഇറങ്ങി. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ടാക്സിയിൽ കയറി യാത്രയായി. പോകുന്ന വഴിക്ക് നല്ല വഴിയോര കാഴ്ചകൾ, വലിയ വലിയ ബിൽഡിങ്ങും ഓവർ ബ്രിഡ്ജും, പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല വൃത്തിയും. അങ്ങനെ ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ഷോപ്പിംഗ് മാളിലേക്ക് എത്തി. അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ മാളൊക്കെ ആയിരുന്നു, നല്ല റേറ്റും ഉണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ തിരഞ്ഞു പിടിച്ച് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ബാങ്കോക്കിലെ ഫേമസ് ബുദ്ധ ടെമ്പിളായ വാട്ട് അരുൺ ടെമ്പിളിലേക്കാണ്. അരുൺ എന്ന് കേൾക്കുമ്പോൾ ഒരു മലയാളത്തും തോന്നുന്നല്ലേ. കുറേ വെറൈറ്റി കാഴ്ചകൾ. ഈ അമ്പലത്തിൽ കയറാൻ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. ടിക്കറ്റിൻ്റെ കൂടെ ഒരു കുപ്പി വെള്ളവും ഫ്രീ ആയി കിട്ടും കേട്ടോ. ഇനി ഒന്ന് കയറി നോക്കട്ടെ. അപ്പം ബാക്കി വിശേഷം അടുത്ത എപ്പിസോഡിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.